ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. അങ്ങനെ നമ്മുടെ ഗോമതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന തീരുമാനത്തിലാണ് മക്കളെല്ലാവരും കൂടി ചേർന്ന്. അങ്ങനെ ഓരോരുത്തർ ഓരോ തീരുമാനങ്ങളൊക്കെ പറയുന്നു, ഓരോ ഐഡിയാസ് ഒക്കെ പറയുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ദേവി ഒരു ഐഡിയ പറഞ്ഞത്. മിത്രയ്ക്ക് എന്തുകൊണ്ട് കൃഷ്ണമംഗലത്ത് പൊക്കൂടാ? അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ആർക്കും കയറാനുള്ള അവകാശത്തെക്കാൾ കൂടുതൽ മിത്രയ്ക്കല്ലേ ഉള്ളത്. അപ്പൊ മിത്രയ്ക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ? അപ്പൊ മിത്ര പേടിച്ചു. മിത്ര പറഞ്ഞു, ഞാനോ അവിടെ കയറാനോ? അതിനിപ്പോ എന്താ മിത്രേ, നിന്റെ സ്വന്തം വീടല്ലേ, പോട്ടെ. നിന്നെ അവർ ഉപേക്ഷിച്ചെങ്കിലും നിന്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തിന്റെ ഏക അവകാശം നീയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം വെച്ച് നിനക്ക് അങ്ങോട്ട് കയറിയാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതുകൊണ്ടേ നീ തന്നെയാ കൃഷ്ണമംഗലത്തേക്ക് കയറേണ്ടത്. നീ തന്നെയാ അമ്മയെ തിരിച്ചു കൊണ്ടുവരേണ്ടത്. അമ്മയില്ലാത്ത ഈ വീട് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും പറഞ്ഞു, ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമാണോ ദേവിയടത്തി? അങ്ങനെയൊക്കെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റുമോ? ലോഹാണെങ്കിൽ വെട്ടുകത്തി എടുത്ത് വെട്ടാൻ വേണ്ടി നിൽക്കുക. ചെല്ലുന്ന വഴിക്ക് ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? വെട്ടുകത്തി എടുത്ത് വെട്ടാനോ? അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും സുഖമായിട്ട് പിന്നെ ജീവിക്കാൻ പറ്റുമോ? ജീവിതത്തിനോട് ആഗ്രഹമുള്ളവർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അലോകിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പണക്കുതിയനൊക്കെ തന്നെയാ. അപ്പൊ അവന് മുന്നോട്ടേക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അവൻ വെട്ടുകത്തി എടുത്ത് പോയിട്ട് അവനൊരു സൂചി എടുത്ത് കുത്തോ പോലും ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മിത്രേ, നീ പൊക്കോ, നീ ചെന്നിട്ട് നീ അമ്മേനെ കാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ നീ കൂട്ടിക്കൊണ്ട് വരണം. ഈ ദേവമംഗലത്ത് അമ്മയില്ലാതെ എന്താ നമുക്ക് ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ പറ്റുമോ ചൊവ്വേനേരെ? അതുകൊണ്ട് എല്ലാം മറന്നിട്ട് അമ്മയോട് വരാൻ നീ പറയണം. നീ വിളിച്ചാൽ അമ്മ വരും, അല്ലാതെ നമുക്ക് വേറെ ആർക്കും അവിടെ ധൈര്യത്തോടു കൂടി കയറിപ്പോകാൻ പറ്റില്ല എന്ന്. അപ്പൊ നമ്മുടെ മീനാക്ഷിയും പറഞ്ഞു, ദേവിയടുത്ത് പറഞ്ഞതിലും കാര്യമുണ്ട്, ശരിയാണ് മിത്രേ. ഇനിയിപ്പം നിന്നെ കൊണ്ട് മാത്രമേ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും നീയായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ എല്ലാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ മിത്ര ആര്യനെ ഇങ്ങ് നോക്കുകയാണ് കേട്ടോ. അപ്പൊ ആര്യം പറഞ്ഞു, വേറൊന്നും കൊണ്ടും അല്ല മിത്രേ എല്ലാവരും പറയുന്നത്, അമ്മയില്ലാത്ത ഈ വീട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? മാത്രമല്ല അവരെന്തുകൊണ്ടായിരിക്കും അമ്മേനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അപ്പൊ മീനാക്ഷിയും പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്തോ ഉണ്ടെന്ന്. ഒന്നും ഇല്ലാതെയൊന്നും അവിടെ വെറുതെ പിടിച്ചു നിർത്തത്തൊന്നുമില്ല. ഒന്നെങ്കിൽ അച്ഛനോടുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആകാനാ ചാൻസ് കൂടുതൽ. ഈ പ്രായമായ സമയത്ത് അച്ഛനോടുള്ള വൈരാഗ്യം കാണിച്ച് അവിടെ ഗോമതി അമ്മേനെ പിടിച്ച് അവിടെ വെച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ഏതായാലും ഇത്രേ നീ മീനാക്ഷിയാ പറയുന്നത്, നീ ദേവിയടുത്ത് പറയുന്ന പോലെ ഒന്ന് ശ്രമിച്ചു നോക്കാന്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ബാലന് ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല. റൂമിനകത്ത് കയറി കഴിയുമ്പം നമ്മുടെ ഗോമതി അവിടെ വന്ന് ഇരിക്കുന്നതൊക്കെ ആയിട്ട് തോന്നുന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഗോമതി പോയതിന്റെ കുറവ് ഇപ്പോഴാണ് നമ്മുടെ ബാലൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ദേഷ്യത്തിന് പൊക്കോളാൻ പറയുകയും ചെയ്തു. അതിൻ്റെ കൂടെ നമ്മുടെ ഗോമതി പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ധർമ്മം വന്നിട്ട് ഇവിടെ ആരും ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആഹാരം ഒന്നും ആരും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഈ ഒരു ഇതിലാണല്ലോ, അടുക്കളയിൽ പോലും കയറാൻ തോന്നുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സമയത്ത്. അപ്പൊ ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഇലപ്പൊതി കൊണ്ടുവരാം, പൊതിച്ചോറ് മേടിച്ചോണ്ട് വരാം. പൊതിച്ചോറ് മേടിച്ചോണ്ട് വന്ന് എല്ലാവർക്കും കഴിക്കാം. അല്ലാതെ ഇവിടെ പട്ടിണി കിടക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തോരെന്ന് പറഞ്ഞോണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നത്. ഇപ്പം ചേച്ചി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് പട്ടിണി ആരും ചാകേണ്ട കാര്യമില്ല. ഇത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അതിൽ കൂടുതലൊന്നും പോകത്തൊന്നുമില്ല. പിണക്കമൊക്കെ മാറി തിരിച്ചു വരും. ഏതായാലും ഞാൻ ഇലപ്പൊതി മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇലപ്പൊതിയൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ ധർമ്മം പോകുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കൃഷ്ണമംഗലം കാണിക്കുന്നുണ്ട് കേട്ടോ. കൃഷ്ണമംഗലത്ത് ഗോമതി അസ്വസ്ഥ തന്നെയാണ്. ഗോമതിയോട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും ഗോമതി പറയുന്നുണ്ട്, ഭക്ഷണം വേണ്ട, എനിക്കൊന്നും ഇറങ്ങില്ല എന്ന് പറയുമ്പം, മോളെ എന്തെങ്കിലും ഒന്ന് കഴിക്ക്. അവിടെ ബാലൻ ഇപ്പൊ വയറ് നിറച്ച് കഴിക്കുന്നുണ്ടായിരിക്കും മക്കളുടെ കൂടെ ഇരുന്ന്. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാന് വിളമ്പി കൊടുക്കാതെ ബാലേട്ടൻ, ഇനി നീ ബാലന്റെ കാര്യം മിണ്ടരുത്. നീ ബാലനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. നീ വിളമ്പി കൊടുക്കാതെ ബാലനൊന്നും കഴിക്കില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇറക്കി വിടുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ
അലോഹിന്റെ അമ്മയും അലോഹും ഒക്കെ കൂടി എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാലനെ കുറിച്ച് കുറെ കുറ്റവും കുറവുകളൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ബാലേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസവും, അതുപോലെ ഒരു വാ ചോറ് നേരെ ചൊവ്വേ തിന്നാൻ പോലും നമ്മുടെ ഗോമതിക്ക് കഴിയുന്നില്ല. ഗോമതി അതൊക്കെ ഇളക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മൻ വരുന്നത്. ഇതൊക്കെ ഗോമതി അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും അലോഹു പറയുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ ദേ അവിടെ പാഴ്സൽ മേടിച്ചു വരെയാ കഴിക്കുന്നത്, ദേ കണ്ടോ ഓർഡർ ചെയ്ത് പാഴ്സൽ കൊണ്ട് കൊടുത്തേക്കുന്നത് എന്നൊക്കെ പറയണം. ധർമ്മൻ ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം പാഴ്സൽ വരുന്നു വീട്ടിലേക്ക്. അപ്പം ധർമ്മൻ ഇങ്ങനെ മേടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കുമാണ് നമ്മുടെ അലോഹ് കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്താണ് വിചാരം, ഇവര് വയറു നിറച്ച് പുട്ടടിക്കുക തട്ടുക എന്നൊക്കെയാണല്ലോ നമ്മുടെ ഗോമതി ഓർക്കത്തുള്ളൂ. ഏതായാലും ഇത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു. എന്താ അളിയൻ ഇതുവരെ വരാത്തത് എന്നിങ്ങനെ നമ്മുടെ ധർമ്മൻ തിരക്കിപ്പം അച്ഛൻ റൂം വിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് പറയാം. അച്ഛൻ എന്തൊക്കെയാണെങ്കിലും വിഷമമുണ്ട്, അമ്മ ഇവിടെ ഇല്ലാത്തതിൽ വിഷമം ഒത്തിരി ഉണ്ട്, അതായിരിക്കും വരാത്തത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആഹാരം ഒക്കെ കഴിക്കണ്ടേ. ഒന്നത് പ്രായമായതാ, പല അസുഖങ്ങളുള്ളതാ, അതുകൊണ്ട് ആഹാരം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ധർമ്മൻ വിളിക്കാൻ പോവുകയാണ് ഗോമതീനെ. അങ്ങനെ ഗോമതീനെ വിളിക്കാൻ ചെല്ലുന്നു. അങ്ങനെ ഗോമതി എന്താന്ന് ചോദിക്കുമ്പോൾ, അല്ല ഗോമതീനെ സോറി ബാലനെ വിളിക്കാൻ ചെല്ലുന്നു. ബാലൻ എന്താന്ന് ചോദിക്കുമ്പോൾ വാ ചോറ് കഴിക്കാന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാം. വാ അവിടെ പിള്ളേരുടെ കൂടെ വന്നിരുന്ന് ചോറ് കഴിക്കുക, എനിക്ക് വേണ്ട, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ റൂമിൽ കൊണ്ട് തന്നാൽ മതി. പൊതിച്ചോറാണ് മേടിച്ചത്, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ വൃത്തികേടാവില്ലേ, അളിയൻ വാന്ന് പറയുമ്പം ഇല്ല എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന്. അപ്പം ധർമ്മൻ അങ്ങോട്ട് ചെന്നിട്ട് എന്താ അളിയ ഇത്, അളിയൻ ഇങ്ങനെ ആയാലോ. അല്ല ധർമ്മ, നിനക്ക് പോവാൻ തോന്നില്ലേ നിന്റെ വീട്ടില്, നിന്റെ ചേച്ചി പോയടാ, നിന്റെ ചേച്ചി പോയില്ലേ, നിന്റെ ചേച്ചി എൻ്റെ കൂടെ വന്നപ്പോഴല്ലേ നീയും എൻ്റെ കൂടെ വന്നത്, നിന്റെ ചേച്ചി പോയി, എന്നിട്ടും നീ എന്തേ നിന്റെ വീട്ടിലേക്ക് പോകാത്തത്, എന്താ ബാലനെ ഉപേക്ഷിച്ച് നിനക്ക് പോകണ്ടേ. അളിയ എന്താ അളിയ ഈ പറയുന്നത്, അളിയനെ ഉപേക്ഷിച്ച് ഈ ധർമ്മൻ ഒരു ജീവിതം ഉണ്ടോ, അളിയന് എന്താ അത് മനസ്സിലാക്കാത്തത്. എന്നെ നിനക്ക് വരെ മനസ്സിലായി, പക്ഷെ ഗോമതിക്ക് എന്നെ മനസ്സിലായില്ലല്ലോ. ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പം അവൾക്ക് ഇറങ്ങിപ്പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, അവള് പറഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിപ്പോയിരിക്കുന്നു. അവള് ആരോടാ ഈ വാശി കാണിച്ചത്, അവള് ഞാനില്ലാതെ എങ്ങനെ അവിടെ കഴിയുന്നത്, ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ ചതിച്ചു വഞ്ചിച്ചു, എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ പൊട്ടിക്കരയാണ് കേട്ടോ. നമ്മുടെ ധർമ്മൻ സമാധാനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് ദേവിയുടെ അച്ഛനും അമ്മയും കൂടി വരുന്നത്, അണിഞ്ഞൊരുങ്ങി വരികയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കണമല്ലോ, അപ്പൊ അതിനുവേണ്ടിയുള്ള വരവാണ് കേട്ടോ. ഏതായാലും അവര് വരുന്നു. അവര് വന്നു കഴിഞ്ഞിട്ട് അല്ല ഗോമതി പോയോ, ഗോമതി എന്തിനാ പോയത്, അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലനോട് ഇങ്ങനെ ബാലനെ എരിവ് കയറ്റുന്ന പോലെയൊക്കെയാണ് അവർ വന്ന് സംസാരിക്കുന്നത്. എങ്കിലും ഗോമതി പോയല്ലോ എന്നൊക്കെ. അത് മാത്രമല്ല ഗോമതി പോയെങ്കിൽ ഒരു കാര്യമുണ്ട്, അവൾക്ക് അവിടെ സ്വത്തുണ്ട്, അതുകൊണ്ട് അവള് പോയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ പറയുകയാണ്. മാത്രമല്ല ഗോമതി ഇല്ലാത്ത തക്കം നോക്കി അവിടെ ഒരു അമ്മയുടെ സ്ഥാനം ഏറ്റെടുക്കാനാണ് നമ്മുടെ ദേവിയുടെ അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുവാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാനും മേൽനോട്ടം വഹിക്കുവാനും ഒക്കെ നമ്മുടെ ദേവിയുടെ അമ്മയും അച്ഛനും വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ഗോമതി അറിയുന്നുണ്ട്. ഗോമതി ഇത് അറിഞ്ഞു കഴിയുമ്പോൾ വല്ലാതെ അങ്ങ് ഗോമതിക്ക് ആയി പോവുകയാണ്. അവിടെ എത്തിരി ഇപ്പൊ അവര് വന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന് തക്കം നോക്കി അവര് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്യുതനും ആനന്ദനൊക്കെ പറയുന്നുണ്ട്, അത് ചോദിക്കാൻ നിനക്ക് എന്താ അവകാശം ഉള്ളത്, ആ വീട് നിന്റെ പേരിലാണോ, അല്ലല്ലോ, അല്ല ഇനിയിപ്പം ഗോമതി നിനക്ക് ആ വീടിന് എന്തെങ്കിലും അവകാശം ഉണ്ടോ, നിന്റെ മക്കൾക്കുണ്ട്, നിനക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ. അപ്പം ബാലൻ ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുവരും, താമസിപ്പിക്കും, ഇഷ്ടമുള്ളവരെ ഇറക്കി വിടും, ഇഷ്ടമില്ലാത്തവരെ ഇറക്കി വിടും, അത് സ്വാഭാവികം. ഇതൂടെ കേൾക്കുമ്പോഴത്തേക്കും വല്ലാതെ അങ്ങ് ആയി പോവുക ഗോമതിയുടെ. അപ്പൊ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ പ്രമോ വിശേഷവും ഫുൾ വിശേഷവും ഒക്കെ ആയിട്ടാണ് ഇടുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഇടാറുള്ളൂ, രാവിലെ നമുക്ക് ഇടാൻ സമയം കിട്ടാറില്ല. നമുക്ക് രാവിലെ അലീനയുടെ കഥ ചെയ്യണം. അലീനയുടെ കഥ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഫുൾ വിശേഷം ഇടാത്തത്. ഞാൻ പറഞ്ഞു, ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക കേട്ടോ, കമന്റിൽ ഒന്ന് പറയുക ഫുൾ വിശേഷം വേണമെങ്കിലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അലീനയുടെ കഥ ഇപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.